ദേവി മഹാത്മ്യം ഏഴാം അധ്യായം. അത് ആദ്യം തുടങ്ങി വായിക്കാം. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതി പാരതി ലക്ഷ്മീ ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ നിന്തിരുവടി മമ നാവിന്മേൽ വസിക്കണം. സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. കുംഭീന്ദ്രപതനാം തമ്പുരാൻ ലംബോദരൻ സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം. കുംഭീന്ദ്രാസുരപരിപങ്ക്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബജോത്ഭവൻ താനും നാരദ മുനീന്ദ്രനും ജമ്പാരി മുമ്പായുള്ള നിലിംബകദംബവും വേദവ്യാസനുമാദികവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണയ്ക്കണം. മാമുനി ദേവിതൻ മാമുനി ശ്രേഷ്ഠൻ മാർക്കാണ്ഡേയനും തുണയ്ക്കണം. ദേവിതൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ദ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടിനാൾ. അധ്യായം 7. ചണ്ടമുണ്ടന്മാർ വരുമ്പടയോടുമാ ചണ്ഡികാദേവിയെ ചെന്നു കണ്ടിടിനാൾ. ശൈലേന്ദ്ര ശൃംഗേ മഹാസിംഹാകാന്തരെ നീലോൽപലാക്ഷിയെ കണ്ടാരസോരരും മുമ്പിൽ ഞാൻ എന്നു പറഞ്ഞുടൻ വൻപോടടുക്കുന്ന വൻപട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാം നെറ്റിത്തടത്തിങ്കൽ നിന്നുടൻ ഉത്ഭവിച്ചിടിനാൾ. കാളിയും എത്രയും ദുഷ്പ്രേക്ഷ്യമായ കരാളമുഖത്തോടും പാശവും ഖഡ്ഗവും ഖഡ്വാംഗവും ധരിച്ച ആശകളൊക്കെ നിറഞ്ഞ നാദത്തോടും വൃത്തവിസ്താരമാം വക്തയുമെത്രയും നക്തനേത്രങ്ങളും ചഞ്ചലാജിഹയും മുണ്ടമാലാഭരണം ദ്വീപചർമ്മവും കുണ്ടലവും കുമ്പികൊണ്ടണിഞ്ഞങ്ങനെ ഘോരാസുരപ്പട തന്നടുവിൽ പൂക്കു വാരി വിഴുങ്ങി തുടങ്ങിനാൾ. തേരാളികളെയും തേരുമൊരുമിച്ചു വാരിപ്പിടിച്ചു കടിച്ചു തകർക്കയും ഹസ്തിവൃന്ദത്തെയും അശ്വഗണത്തെയും ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങയും ഗദാന്താഗ്രങ്ങളെ കൊണ്ടു മുഗ്ധത ബാണ നഖരങ്ങളെ കൊണ്ടും ഖണ്ഡിച്ചൊടുക്കിനാൾ വൻപടയെല്ലാമേ. ചണ്ടനും കോപിച്ചെടുത്താനതു നേരം മണ്ഡലാകാരധനുസുമായി സന്നിധവും കാളിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടിനാൻ. കാളമേഘം മഴ പെയ്യുന്നതുപോലെ മുണ്ടനും ചക്രങ്ങളെ പ്രയോഗിച്ചതു കണ്ടു കോപിച്ചടുത്തിടിനാൾ കാളിയും. ചണ്ടനുടെ ശിരസാശു ഖഡ്ഗത്തിനാൽ ഖണ്ഡിച്ചിതു കാളി കോപേന. തൽക്ഷണം മുണ്ടനെ ഖഡ്വാംഗപാതേന കൊന്നു ഭൂമണ്ഡലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം. ചണ്ടമുണ്ടന്മാരുടെ തല രണ്ടുമാ ചണ്ഡികാദേവി തൻ മുമ്പിൽ വച്ചിടിനാൾ. സന്തുഷ്ടയായൊരു ദേവി അതു കണ്ടു ചിന്തിച്ചു കാളി തന്നോടരുളി ചെയ്തു, ചണ്ടമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞെനിക്കുന്നതു കാരണം ചാമുണ്ടിയെന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം. അധ്യായം 7 സംക്ഷേപിച്ചു ചൊല്ലിനേൻ ഭക്ത്യാ കുതൂഹലം പൂണ്ട് കേട്ടിടുവിൻ. 8-ാം അധ്യായം. ചണ്ടമുണ്ടന്മാർ പെടുമ്പടയം പോടുമാ ദണ്ഡാധരാലയം പുക്കോരനന്തരം സുംബനും കോപിച്ചു സേനാനികളോട് വൻപടയൊക്കെ വരുവാൻ നിയോഗിച്ചു. കമ്പുക്കളമ്പത്താറുണ്ടു ദൈതേയന്മാർ കൂട്ടമൊരെൺപത്തിനാലു കമ്പുക്കളും കോട്ടവീരന്മാരൊരറുന്നൂറും ധൂമ്രന്മാർ ശൗര്യമേറിയിടുന്ന കാലകന്മാരോടും മൗര്യന്മാർ ദൗഹൃദന്മാർ കാലകേയന്മാർ സംഖ്യയില്ലാതെ പെരുമ്പട കണ്ടപ്പോൾ ശങ്കരാ ദിക്കുകളൊക്കെ മറയുന്നു. കൽപ്പാന്തമേഘങ്ങൾ സോണിതാ കർദ്ദമാമപ്പോൾ പരീക്ഷിച്ച അസ്ഥിഗണത്തോടും ക്രവ്യതാജാതികളോടും ശിവകളു മവ്യാജദുഷ്ട്യാ കരഞ്ഞു തുടങ്ങിന. ദുർനിമിത്തങ്ങളും ആദരിച്ചിടാതെ ചെന്നു ഹിമാലോപയാന്തി നിറഞ്ഞിതു ഭീഷണമായൊരസുരപ്പടയെല്ലാം രോക്ഷേണ വന്നു നിറഞ്ഞതു കണ്ടപ്പോൾ ഒന്നു ചെറുഞാണൊരു ചെയ്തതു നേരം നന്നായി വിറച്ചതു ലോകത്രയാന്തരം.
കാളിനീനാദവും കണ്ഠനീനാദവും വ്യാളിനീനാദവും ശംഖിനീനാദവും കേട്ടു ലോകങ്ങളുമൊക്കെ വിറയ്ക്കുന്നു. പാട്ടും തുടങ്ങിനാൻ നാരദൻ വീണയിൽ. യുദ്ധകോലാഹലമിങ്ങനെ കണ്ടതീ ചിത്രം വിചിത്രമെന്നൊക്കെ വാഴ്ത്തും വിധവും ദേവകൾക്ക് അഭ്യുദയത്തിനായിക്കൊണ്ടും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും ബ്രഹ്മനും വിഷ്ണുവും ഈശനും ശക്രനും നിർമ്മിച്ചിതു നരസിംഹവരാഹവും താരകാരാദിയുമേഴു മാതൃക്കളെ പോരീലസുരകുലത്തെ ഒടുക്കുവാൻ ആയുധവാഹനാഭൂഷണാദ്യങ്ങളുമായോധനത്തിനു നൽകിനാനേവരും. അക്ഷസൂത്രണകമണ്ഡലുസ്തം ജലം കൈക്കൊണ്ടു ഹംസയം യുക്തമായി പരം ബ്രഹ്മാവ് തന്നെ ശക്തിയായി വാഴുമാ ബ്രഹ്മാണി വന്നിതിരിട്ടിതു പോരിനായി. മാഹേശ്വരിയും വൃഷഭമേറിക്കൊണ്ടു ബാഹുക്കളിൽ ശൂലപാശാദി കൈക്കൊണ്ടു ചന്ദ്രക്കലയുമണിഞ്ഞു യുദ്ധത്തിനു മന്ധ്യതരം വന്നെതിരിട്ടിതു നേരം. കൗമാരിയും മയിലേറി വേലും ധരിച്ചാമോദമൊത്തോടെ എതിരിട്ടിതു പോരിനായി. ചക്രശംഖ ഗദാംഗ പത്മങ്ങളും കൈക്കൊണ്ടു വൈഷ്ണവിയും വന്നെതിരിട്ടാൾ. വരാഹിയും നാരസിംഹിയും വേഗേന ഘോരനാദത്തോടും വന്നെതിരിട്ടിതു. ഇന്ദ്രാണിയും വജ്രമോങ്ങി ഗജോപരി വന്നെതിരിട്ടു ഗംഗാങ്കണേ. ഈശാനനും ദേവി ശക്തികൾ തമ്മോടുമാശുദൈത്യന്മാരെ കൊന്നൊടുക്കീടിന. ചണ്ഡികാദേവി ദേഹത്തിങ്കൽ നിന്നുടനുണ്ടായതു ശിശുവാകിയ ശക്തിയും ചൊല്ലിനാൾ ഈശ്വരനോടവൾ വൈകാതെ ചൊല്ലുക പാർശ്വോദ്ഭവേ ഭവാൻ ചൊല്ലുക സുംബനോ സുംബാനിസുംബന്മാരോടിനി സ്വർലോകമിന്ദ്രൻ ഒഴിച്ചു കൊടുക്കണം. യജ്ഞഹവിർഭാഗവും അവർക്കാകണം. നിങ്ങൾ പാതാളലോകത്തിന് പോകണം. ഇങ്ങിതു കൂടാതെ വന്നെതിർത്തിയിടുകൾ നിങ്ങളുടെ പിശുതം കൊണ്ട് തൃപ്തിയും വന്നുകൂടും മദ്ഗണങ്ങൾക്കു നിർണയം എന്നിവ ചെന്നറിയിക്കൽ ലഘുതരം. ദൂതനായി ദേവി ശിവനെ നിയോഗിച്ച ഹേതുന ദേവി ശിവദൂതിയായതു ദേവി ശിവദൂതിയായതു. ദേവീ നിയോഗങ്ങൾ ചെന്നു ശിവൻ തഥാ ദേവാരികളോടറിയിച്ച നേരത്തു കോപം മുഴുത്ത അസുരന്മാരുമാർ തടുത്തേതും കുറയാതെ പോർ തുടങ്ങിയിടിനാർ. ശക്തി പരശു ശസ്ത്രാസ്ത്രശൂലാദികൾ ശക്തിയോടെ വരിഷിച്ചാരസുരരും ദേവിയെ ശസ്ത്രേണ ഛേദിച്ചവരെയും ദേവാരികളെയും ഒടുക്കി തുടങ്ങിനാൽ. സുംബാസുരേന്ദ്ര സേനാപതി വീരന്മാർ മുമ്പിൽ ഞാൻ എന്നു തൊല്ലിത്തതാ വൻപോടടുത്തു പൊരുതു തുടങ്ങിനാർ. വൻപടയോടുമെടുമതു കണ്ടു കാളിയും കുംഭികുലത്തെയും അശ്വഗണത്തെയും തേരാളികളെയും ഒക്കെ പിടിച്ചുടൻ ഘോരനാദത്തോടു വായിലടക്കിനാൾ. ചോര കുടിച്ചു മതിച്ചുടൻ പോരിലരികളുടെ പിശിതങ്ങളാൽ പാരിടമെല്ലാം നിറഞ്ഞു ചമഞ്ഞിതു. ചോരപ്പുഴകൾ ഒലിക്കുന്നു പിന്നെയും ഖഡ്വാംഗശൂലേഷു പാദങ്ങളാൽ കാളിയും ദാനവന്മാരെയൊടുക്കിയിടിനാൾ. ബ്രഹ്മാണിയും മന്ത്രപൂതജലം കൊണ്ടു നിർമ്മതനഞ്ചെയ്തൊടുക്കി തുടങ്ങിനാൾ. മാഹേശ്വരിയും ത്രിശൂലേന കൊന്നു ചെന്നാഹവേ ദാനവന്മാരെയൊക്കെയൊടുക്കിനാൾ. ചക്രേണ വൈഷ്ണവിയും ധനുജന്മാരെ വിക്രമത്തോടു കൊന്നൊക്കെയൊടുക്കിനാൾ. കൗമാരിയും നിജശക്തിപാദം കൊണ്ടു ഭൂമൗതരതരെ കൊന്നു വീഴ്ചയിടിനാൾ. ഐന്ദ്രിയും വജ്രേണ വന്നാൾ അസുരരെ തുണ്ടപ്രഹരേണ വരാഹിയും തഥാ ക്രൂരനഖങ്ങളാൽ നാരസിംഹിയും പോരിലസുരകുലത്തെയൊടുക്കുവയിടിനാൾ. ചണ്ടാട്ടഹാസങ്ങളാൽ ശിവദൂതിയും ചണ്ടാസുരന്മാരെ നിഗ്രഹിച്ചിടിനാൾ. മാതൃജനങ്ങളെ പേടിച്ചു മണ്ടുന്ന ദൈതേയ സേനയെ കണ്ട നേരം തഥാ ക്രോധവിവശനാം രക്തബീജാസുരൻ ക്രോധാവതീസുതൻ ദേവാകുലാന്തകൻ സുംബാനിസുംബന്മാർ ഭാഗിനേയന്ത്രുതം വൻപടയോടുമടുത്താനതു നേരം. രക്തബീജൻ ശരീരത്തിങ്കൽ നിന്നൊരു രക്തബിന്ദു ക്ഷിതിയിൽ പതിച്ചിടുകിൽ രക്തബീജനു സമാനമായി തൽക്ഷണേ തത്ര കാണാമൊരസുരപ്രവരനെ. പിന്നയവങ്കൽ നിന്നും പുനരങ്ങനെ പിന്നെയും ഉണ്ടായി വരുമല്ലോ. ഇർത്തം വരബലമുള്ള മഹാസുരൻ രക്തബീജൻ പോരിനായടുത്തിയിടിനാൻ. ഇന്ദ്രാണി വജ്രം പ്രയോഗിച്ചതേറ്റുടൻ ഇന്ദ്രാരിമേൽ നിന്നു വീണൂരുതിരവും പൃഥ്വിയിലപ്പോൾ അവിടെ നിന്നുണ്ടായി രക്തബീജന്മാരസംഖ്യമൊരുപോലെ. മാതൃഗണം അവരോട് പോർ ചെയ്തപ്പോൾ ഭൂതലേ രക്തബീജന്മാർ നിറഞ്ഞുതേ.
ദീപ്തീകർന്നൊരു രക്തബീജാന്മാരാൽ വ്യാപ്തമായി വന്നു ജഗത്രയം തൽക്ഷണേ. ഭീതി കലർന്നൊരു ദേവകളെത്രയും മാതുരന്മാരായി പരസ്പരം ചൊല്ലിനാർ. ഇങ്ങനെയുള്ളൊരസുരകുലാധിപനെങ്ങുമുണ്ടായില്ല പണ്ടൊരു കാലവും, ഈ വണ്ണമുണ്ടാകയുമില്ലിനി. പൂർവദേവാരിതെന്തൊരു വിസ്മയം, ഏതും ഉപായവും കണ്ടീല കൊല്ലുവാൻ. മാതാവൊരു കഴിവുണ്ടാക്കുമെന്നുമേ ഏവം ഓരോന്നു പറഞ്ഞു വിഷണ്ണരായി ദേവകൾ നിൽക്കുന്നത് കണ്ടു. ദേവിയും വാത്സല്യം ഉൾക്കൊണ്ടു കാളിയോട് അന്നേരം ഔത്സുക്യമോടരുളി ചെയ്തിതാതരാൽ, നീയൊന്നു ചെയ്യുക ചാമുണ്ടെ വിരവൊടു. വായും വിളർന്നു നിന്നിടുക ഭൂതലെ. ഞാൻ പ്രയോഗിക്കുന്ന ശസ്ത്രങ്ങളേറ്റുടൻ സംഭ്രാതം വീഴുന്ന രക്തബിന്ദുക്കളെ കൂടെ കുടിച്ചു കളക. നീ അപ്പോഴേ കൂടുകയുണ്ടാകയില്ല രസുരപ്പട. വീഴുന്ന ശോണിതമൊക്കവേ കാളി കുടിച്ചു തുടങ്ങിനാൽ ചക്രശൂലാസി ബാണാദിശസ്ത്രങ്ങളാൽ വിക്രമത്തോടു പ്രയോഗിച്ചിതമ്പയും ശക്തനം രക്തബീജൻ ദേവി തന്നെ ശസ്ത്രങ്ങളേറ്റു മരിച്ചു വീണിടിനാൽ. ദേവകളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ വാഴ്ത്തി സ്തുതിച്ചിടിനാർ. മാതൃഗണവും പ്രസാദിച്ചു തൽക്ഷണേ മാതാവിനെ ചെന്നു കൂപ്പി നിന്നിടിനാർ. അധ്യായം 8 കഴിഞ്ഞു. സംക്ഷേപിച്ചു ഭക്തിയോടെ കേട്ടുവള്ളുവിനിയും. 9-ാം അധ്യായം. രക്തബീജാസുര നിഗ്രഹം കേട്ടൊരു ഭക്തനാം ഭൂപതി വീരൻ സുരാതനും, എത്രയും ചിത്രമാഖ്യാനമിതം മമ രക്തബീജൻ തൻവതാമരുൾ ചെയ്തതും ദേവി മഹാത്മ്യചരിതമിന്നും പുനരാവോളം കേൾപ്പാൻ ആഗ്രഹമുണ്ടുമേ. രക്തബീജൻ മരിച്ചോരു ശേഷം തത്ര ശക്തനാം സുംബനെന്തോന്നാശു ചെയ്തതും യർത്ഥം നരപതി ചോദിച്ചതു നേര മുത്തരമായരു ചെയ്തിതു മുനീന്ദ്രനും. രക്തബീജൻ മരിച്ചാനെന്നു കേട്ടതി ക്രൂദ്ധരായൊരു നിസുംബനും യുദ്ധത്തിനായി പുറപ്പെട്ട പെരുമ്പട 10 ലക്ഷത്തിലുമേറ്റമുണ്ടന്നേരം. ശംഖ മൃദംഗ പടഹാദിവാദ്യവും സംഖ്യയില്ലാതോളമുള്ള ജനിത്യന്മാരും സേനാധിപന്മാരും ചതുരംഗസേനയുമായി വന്നു പോർ തുടങ്ങിയിടിനാർ. നിസുംബന്മാരംബിക തന്നോവൻപോടു 100 സംവത്സരം പോർ ചെയ്താർ. എയ്തിടും അമ്പുകളാലെ മുറിച്ചിടും അമ്പയും ദുർഗാ ഭഗവതിയോടു നിസുംബനും ഖഡ്ഗചർമ്മങ്ങൾ കൈക്കൊണ്ടെടുത്തിടിനാർ. ദുഷ്ടൻ നിസുംബൻ മൃഗാധിപമൂർത്തിനി വെട്ടിനാൻ. അപ്പോൾ ക്ഷിപ്രേണ ദേവിയും വെട്ടിയ ഖഡ്ഗവും ചർമ്മവും വേഗേന വെട്ടി മുറിച്ചാനുടനു നിസുംബനും ശക്തിയെടുത്തു ചാടിച്ചാൻ. അതിനെയും ചക്രേണ 2ആയി മുറിച്ചു വീഴ്ത്തിയിടിനാൽ. പെട്ടെന്ന് ശൂലവുമായെടുത്താൻ അവൻ മുഷ്ടിപാതേന നുറുക്കിനാൾ ശൂലവും ക്ഷിപ്രംഗത കൊണ്ടു തോടിച്ചിതമ്പയും. അപ്പോൾ ത്രിശൂലേന ഭസ്മമാക്കിയിടിനാൽ. കോപാൽ പരശു കൈക്കൊണ്ടടുത്താനവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു. ദേവിയും ശസ്ത്രജാലം വരിഷിച്ചാളതുകൊണ്ടു സത്വരം ഭൂമിയിൽ വീണു. നിസുംബനും തമ്പി പതിച്ചതു കണ്ടൊരു സുംബനും വൻപോടു തേരിലേറി വന്നിടിനാൻ. 8 കരങ്ങളിലായുധജാലവും ദുഷ്ടനായി കൈക്കൊണ്ടടുക്കുന്നതു നേരം ശങ്കാമെടുത്തു വിളിച്ചിതു ദേവിയും ശങ്കാരഹിതം ചെറുഞാണൊലികളും ഖണ്ഡനീനാദേന സിംഹനാദങ്ങളെ കൊണ്ടു മുഴങ്ങുന്നു ദിക്കുകളൊക്കവേ. ഭീതിയാം കാളിനി നാദവും ശിവദൂതിയുടെ സിംഹനാദങ്ങളെ കൊണ്ടും ദാനവസേനയും വീണു മരിക്കുന്നു. മാനിയാം സുംബനും കോപം മുഴുക്കുന്നു. ദുഷ്ടസുംബാസുരൻ തൽക്ഷണേ സന്നിധൗ തിഷ്ടേതി പാഞ്ഞടുത്തിഴുന്നു. ദേവിയോടപ്പോളമോര സമൂഹവും ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു നിന്നിടുന്നു. ശക്തിയെടുത്തു ചാട്ടിയിടിനാൻ സുംബനും മൂക്കോട് ദേവിയെ അതിനെ ഇറുക്കിയിടിനാൾ. സുംബനുടെ നിസിംഹനാദേന ലോകങ്ങൾ കമ്പമായി വന്നു ഭയപ്പെട്ട് ഇതവരും. സുംബൻ പ്രയോഗിച്ച ബാണങ്ങളെ ദേവി അൻപോടു ഭൂമി മുറിച്ചു വീഴ്ത്തിനാൽ. സുംബനും ദേവി മുക്ത ശരങ്ങളെ വൻപോടു ഭൂമ മുറിച്ചു വീഴ്ത്തിയിടിന. ചണ്ഡികാശൂലം പ്രയോഗിച്ചതേറ്റു ഭൂമണ്ഡലെ മോഹിച്ചു വീണിതു സുംബനും. അപ്പോൾ നിസുംബനും മോഹാമകന്നുടൻ ഉൽപ്പന്ന രോഷേണ ചാപബാണങ്ങളും കൈക്കൊണ്ടടുത്തു ശരങ്ങൾ തൂകിയിടിനാൻ. ദിക്കുകളൊക്കെ നിറഞ്ഞു ശരങ്ങളാൽ. ദേവി തന്മാലും തഥാ കാളി തന്മേലുമേവം മൃഗാധിപന്മേലും ഒരുപോലെ. പിന്നെ 10,000 കരം നിർമ്മിച്ചു നിന്നിടിനാൻ. ചക്രജാലം ധരിച്ചവൻ
ചക്രം 10,000 പ്രയോഗിച്ചു തൽക്ഷണം മൂടിയിടിനാൻ ദേവി തന്നെയും. ചക്രങ്ങളെ ദേവി ബാണങ്ങളാലുടനൊക്കെ നുറുക്കിയിടിനാൾ ഭൂതലെ. ഭൂയോഗതയുമെടുത്താനവൻ മായാഭഗവതി താനും അതു നേരം തൻഗത തന്നെയും വെട്ടി മുറിച്ചിതു. ഗഡ്ഗേന ദേവിയും നിസുംബനും തൽക്ഷണേ ശൂലം കൊണ്ടെടുത്താനതു കണ്ടു. ശൂലേന വക്ഷസി കുത്തിനാളമ്പയും ഭിന്നമായൊരു ഹൃദയോദരാന്തരെ നിന്നു ജനിച്ചാൻ ഒരു പുരുഷൻ. തഥാ നില്ലെന്നു പറഞ്ഞടുത്താനവൻ കല്യാണശീലയാം ദേവിയും അന്നേരം. ഖഡ്ഗേന വെട്ടിയറുത്താനവൻ തലാവിഗ്രഹം തത്രേ പതിച്ചിതു ഭൂതലെ. വാഹനമാകിയ സിംഹമതുതേരം വാഹിനി തന്നെയും കൊന്നൊടുക്കിയിടിനാൻ. വൻപട തന്നെയും തിന്നൊടുക്കിയിടിനാൾ കത്യ സമ്പൂർണ്ണ ശക്തിയ ശിവദൂതിയും. തഥാ ബ്രഹ്മാണിയും മന്ത്രഭൂതജലം കൊണ്ടു ദുർമതി മത്തുക്കൾ തന്നെയൊടുക്കിനാൾ. കൗമാരിയും നിജശക്തിപാദം കൊണ്ട് ഭൂമൗ തെരുതരെ കൊന്നു വീഴ്ത്തിയിടിനാൾ. മാഹേശ്വരിയും ത്രിശൂലേന ദാനവവാഹിനി പാളിയെ കൊന്നൊടുക്കിയിടിനാൾ. വരാഹിയും തുണ്ടകാദേന ദൈത്യരെ വാരിത്തെരുതരെ കൊന്നു വീഴ്ത്തിയിടിനാൾ. തൽക്ഷണേ വൈഷ്ണവി ദേവിയും ദുഷ്ടരെ ചക്രേണ ഖണ്ഡിച്ചു കൊന്നൊടുക്കിനാൾ. ഘോര നരസിംഹിയും നഖരങ്ങളാൽ ഘോരാസുരന്മാരെ കൊന്നൊടുക്കിയിടിനാൾ. ഇന്ദ്രാണിയും നിജവജ്രേണ കൊന്നാന്ത്രാരികളൊക്കെ ഒടുക്കിനാളൊക്കവേ. കാളിയും വാഹന കേസരി വീരനും കേളി കലർന്ന ശിവദൂതിതാനുമായി ധ്യാനവ സൈന്യമൊക്കെ ഒടുക്കിനാൾ. മിക്കതും ആനന്ദത്തോടു കേട്ടിടുവനിനിയും. അധ്യായം 9 കഴിഞ്ഞ് സംപ്രീതിയോടു കേൾപ്പിൻ പറഞ്ഞിടുവിൻ. മാധർമ്മേ മധുകൈടഭഗിനി महिषप्राणापहारोद्यमे हेलनिर्मिता धूम्रलोचनपदे हे चण्डमुण्डार्दिनि निशेषीकृतरक्तबीजधनुजे नित्ये सुम्बावहे सुम्बध्वंसिनी संहाराशुदुरिदं नमस्ते अम्बिके. माधर्मे मधुकैडभगिनी महिषप्राणापहारोद्यमे हेलनिर्मितधूम्रलोचनपदे हे चण्डमुण्डार्दिनि निशेषीकृतरक्तबीजधनुजे नित्ये सुम्बावहे सुम्बध्वंसिनी संहाराशुदुरिदं नमस्ते अम्बिके. सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण.